നമസ്കാരം, വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വ്യാജ ഓൺലൈൻ ആപ്പ് നിർമ്മിച്ച് കേരളം മുഴുവൻ വ്യാപാര കേന്ദ്രങ്ങളിൽ തട്ടിപ്പ് നടത്തുന്ന 29കാരൻ അത്താണിയിൽ വ്യാപാരികളുടെ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി സുധീഷാണ് വീണയൻ ന്യൂസ് ഓഫീസിന് മുന്നിലെ പഴക്കടയിൽ തട്ടിപ്പ് നടത്തുന്നതിനിടെ വലയിലായത്. അത്താണി മേഖലയിൽ നിന്ന് തട്ടിപ്പുകാരൻ തട്ടിയെടുത്തത് ആയിരങ്ങൾ, വാങ്ങിക്കൂട്ടിയത് സൂചിപ്പിൻ മുതൽ പലഹാരങ്ങൾ വരെ. വെള്ളിയാഴ്ച വൻ തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രതി ശനിയാഴ്ച വീണ്ടും തട്ടിപ്പിനെത്തിയപ്പോഴാണ് വലയിലായത്. യുവാവിന്റെ ചിത്രം സഹിതം വ്യാപാരികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചത് കുരുക്കാൻ സഹായകരമായി. പ്രതിയെ വടക്കാഞ്ചേരി പോലീസിന് കൈമാറി. പോത്തിറച്ചി ഭക്ഷണമാക്കിയാൽ ജയിലിൽ കഴിയേണ്ടി വരുമോ? വനം വകുപ്പ് തെളിയിച്ചു ജയിൽവാസം ഉറപ്പെന്ന. മ്ലാവിറച്ചി ലാബിലെ ശാസ്ത്രീയ പരിശോധനയിൽ പോത്തിറച്ചിയായി. വനം വകുപ്പ് പിടിച്ചത് വല്ലാത്ത ഇറച്ചി പുലിവാല. വാഹന ബ്രോക്കർ ജോബിയും ചുമട്ടുതൊഴിലാളി സുജീഷും ജയിലിൽ കഴിയേണ്ടി വന്നത് 1 മാസം. ഇരുവരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കുറ്റസമ്മതം നടത്തിക്കുകയായിരുന്നുവെന്ന് അഭിഭാഷകർ. ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രഖ്യാപനം. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നടത്തിയ യുവാവ് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞ സംഭവം. മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധ സാഗരം തീർത്ത ബന്ധുക്കൾ. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് സമരം. കളക്ടർ എത്തിയ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിൻവാങ്ങില്ലെന്ന വനിതകൾ അടക്കമുള്ളവർ. വൈകിട്ട് അസിസ്റ്റന്റ് കളക്ടർ സ്ഥലത്തെത്തി ചർച്ച നടത്തി. സമഗ്ര അന്വേഷണം ആരംഭിച്ചതായും ഉറപ്പ് നൽകി. കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെന്നും ഉറപ്പ്. സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനപാതയിൽ ചെറുതുരുത്തി സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. പാഞ്ഞാൽ സ്വദേശി 50കാരൻ സുബ്രഹ്മണ്യന്റെ സ്കൂട്ടറാണ് പൂർണ്ണമായും കത്തിയമർന്നത്. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ മധ്യവയസ്കൻ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന നിഗമനം. അഹമ്മദാബാദ് വിമാന ദുരന്തം, മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലിയുമായി യൂത്ത് കോൺഗ്രസ് തെങ്കര മണ്ഡലം കമ്മിറ്റി. മെഴുകുതിരി തെളിയിച്ച് പ്രാർത്ഥനാ സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി PJ രാജു അനുസ്മരണ പ്രഭാഷണം നടത്തി. ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസിന്റെ സിൽവർ ജൂബിലി ആഘോഷം. നിർധന ജനവിഭാഗങ്ങളുടെ കണ്ണീരൊപ്പാൻ ആക്സ്. കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർധന ഭവനരഹിതർക്ക് സ്വപ്ന സൗധങ്ങൾ നിർമ്മിച്ചു നൽകും. തെങ്കര കരിമത്രയിൽ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. ആക്സ് ജനറൽ സെക്രട്ടറി MK വർഗീസ് തറക്കല്ലിടൽ നിർവഹിച്ചു. നീറ്റ് UG പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ 73,328 പേരടക്കം 12,36,053 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. രാജസ്ഥാൻ സ്വദേശി മഹേഷ് കുമാറിന് 1ാം റാങ്ക്. ആദ്യ 10ൽ ഇടം പിടിച്ചത് ഒരു പെൺകുട്ടി മാത്രം. സംസ്ഥാനത്ത് നിന്ന് ആദ്യ 100ൽ ആർക്കും സ്ഥാനമില്ല. കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്ന 1.25 കിലോ സ്വർണം കാർ തടഞ്ഞു നിർത്തി കവർന്നു. 60,000 രൂപയും കാറും തട്ടിയെടുത്തു. ലോറിയിലെത്തിയ 5 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. കോയമ്പത്തൂർ മാകാളിയമ്മൻ ക്ഷേത്രത്തിന് സമീപമാണ് സ്വർണ്ണക്കൊള്ള നടന്നത്. തൃശൂർ JP ജ്വല്ലറി ഉടമ ജെയ്സൺ ജേക്കബിന്റെ സ്വർണമാണ് കവർച്ച ചെയ്തത്. രാജ്യത്ത് കോവിഡ് കേസുകൾ നിയന്ത്രണ ചരട് പൊട്ടിക്കുതിക്കുന്നു. രോഗബാധിതരുടെ എണ്ണം 7,400 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 269 പുതിയ കേസുകളും 9 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ രോഗികൾ കേരളത്തിൽ തന്നെ. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 2,109 പേർക്ക്.